പക്ഷെ ഗവർണർക്ക് ഇതറിയില്ല. RSSൻ്റെ പള്ളിക്കൂടത്തിൽ പഠിച്ച, അതിൻ്റെ ആശയ പരിശീലനം കിട്ടിയ സ്വയം സേവകരായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇന്നും പുറത്തു കടക്കാൻ മടിക്കുന്ന ആർലേക്കർ ജി, അദ്ദേഹത്തിന് ഇപ്പോഴും ഭാരത് മാതാവ് സിംഹപ്പുറത്തിരിക്കുന്ന കാവിക്കൊടി ഏന്തിയ ആ സ്ത്രീയാണ്. ആ സ്ത്രീയെ ഇന്ത്യക്കറിയില്ല. ആ സ്ത്രീ ഇന്ത്യയിൽ ആർക്കും അറിവുള്ള കൊടിയ സ്ത്രീയല്ല. RSSൻ്റെ ശാഖയിൽ പോകുന്നവർക്കെല്ലാം അറിയാം ആ സ്ത്രീയെപ്പറ്റി. RSS രാജ്യസ്നേഹത്തിൻ്റെ മഹാമുഹൂർത്തങ്ങളിലൊന്നും, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിർണായക വേളയിലൊന്നും ഒരു കാണിയെപ്പോലെ പോലും എത്തി നോക്കാത്ത സംഘടനയാണ് RSS. അവരിപ്പോൾ പറയുന്നു ഭാരതമാതാവിനെ പറ്റിയുള്ള ചിത്രം അവർ എല്ലാവരെയും പഠിപ്പിക്കാമെന്ന്. ദേശസ്നേഹമുള്ള ഇന്ത്യക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, ദേശാഭിമാനികൾ ഒന്നിച്ചു പറയുന്നു അതൊന്നും പഠിക്കാൻ, ആ പള്ളിക്കൂടത്തിൽ പോകാൻ ഞങ്ങൾക്കാർക്കും മനസ്സില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു, ഗവർണർ പറയുന്നു, അദ്ദേഹം ചാൻസലറാണ്. രാജ്ഭവൻ്റെ അകത്തളത്തിൽ മാത്രമല്ല യൂണിവേഴ്സിറ്റികളുടെ എല്ലാ വേദികളിലും വയ്ക്കേണ്ടത് ആ ചിത്രമാണ്. RSSൻ്റെ സങ്കല്പത്തിലുള്ള, അവർക്ക് മാത്രം അറിയാവുന്ന സിംഹപ്പുറത്തിരിക്കുന്ന ആ സ്ത്രീയുടെ പേര് ഭാരതമാതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ ചിത്രം അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചാൽ ആ ശ്രമത്തെ അംഗീകരിക്കാൻ ഇന്ത്യക്കാകില്ല, കേരളത്തിലാകില്ല. അതുകൊണ്ട് അക്കാദമിക് കമ്മ്യൂണിറ്റി അത് വകവയ്ക്കാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി പറയുന്നു, ഞങ്ങൾ കേരളത്തിലെ, ഇന്ത്യയിലെ അക്കാദമിക് ഫ്രറ്റേണിറ്റിക്കൊപ്പമാണ്. ആ ഫ്രറ്റേണിറ്റിയുടെ മനസ്സിലെ രാജ്യസങ്കല്പത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഭാരതമാതാവ് ജനങ്ങളാണ്, വേറാരുമല്ല. അതുകൊണ്ട് ഈ പ്രശ്നം കുത്തുപറ്റിയത് ഗവർണറാണ്. അദ്ദേഹം തന്നെയാണ് ആ വിഷം അദ്ദേഹം തന്നെ ഇറക്കണം. എന്നിട്ട് സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകാൻ അദ്ദേഹം വഴിയൊരുക്കണം. ഗവർണർ ഇസ് ദ ചാൻസലർ എന്ന് പറയുന്നു നമ്മുടെ നിയമം. ചാൻസലറായ ഗവർണർ വിദ്യാഭ്യാസ രംഗത്ത് ഒരിക്കലും തീരാത്ത കലാപത്തിൻ്റെയോ കലുഷിതാവസ്ഥയുടെയോ ഒന്നും സൃഷ്ടാവായി മാറാൻ പാടില്ല. അദ്ദേഹം അക്കാദമിക്കായ സമാധാനത്തിൻ്റെ വക്താവാകണം. അതിന് പോകുന്ന അന്തരീക്ഷമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കണം. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്.